ഭാരത് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനെയും ഭാര്യ ശ്രീന പ്രതാപനെയും ED വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിജീഷ്, വിശദാംശങ്ങൾ. നിക്ഷേപ തട്ടിപ്പുകളിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയാണ് വീണ്ടും നേരത്തെ ചോദ്യം ചെയ്ത ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനെയും ഒപ്പം തന്നെ ഭാര്യ ശ്രീനയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ നിരവധി തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ രണ്ട് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ശ്രീന ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. ആശുപത്രിയിൽ അടക്കം അസുഖ കാരണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാജരായിരുന്നില്ല. ഇതിനിടയിലാണ് രണ്ടുപേരെയും ഒരിക്കൽ കൂടി അന്വേഷണ സംഘം വിളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്കും അതിനുശേഷം അത് കണ്ടുകിട്ടുന്ന നടപടിയിലേക്കും കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരിക്കൽ കൂടി ഇവരെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 15 കേന്ദ്രങ്ങളിൽ ED റെയ്ഡുകൾ നടന്നിരുന്നു. കേരളത്തിലും ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമായിരുന്നു ഈ പരിശോധനകൾ റെയ്ഡുകൾ നടന്നത്. തുടർന്ന് 203 കോടി രൂപയുടെ സ്വത്തുവകകൾ നേരത്തെ കണ്ടുകെട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായി 32 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ഒപ്പം തന്നെ 80 ലക്ഷം രൂപയ്ക്ക് തുല്യമായ പണവും സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തേടി തന്നെയാണ് ഒരിക്കൽ കൂടി അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുന്നത്, രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഹൈറിച്ച് ഉടമകൾ പല സ്ഥലങ്ങളിലായി ഭൂമിയിലടക്കം നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെല്ലാമാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉള്ളത്, വിദേശത്തുള്ള നിക്ഷേപങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ED പരിശോധിക്കുന്നത്. സമാനമായ മറ്റ് നിക്ഷേപ തട്ടിപ്പുകളിലും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ അതിന്റെ ഉടമകളെ വിളിച്ചു വരുത്തിയിരുന്നു. മാത്രമല്ല, ഈ നിക്ഷേപ തട്ടിപ്പുകളിലെല്ലാം തന്നെ നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന സ്വത്തുവകകൾ അത് കണ്ടുകിട്ടുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കൂടിയാണ് ED കടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ.